വകുപ്പുകൾ സംബന്ധിച്ച് ഇപ്പോഴും തർക്കങ്ങളുണ്ടെന്ന് കെ മുരളീധരൻ. ഉന്നത വിദ്യാഭ്യാസ, ഫിഷറീസ് വകുപ്പുകൾ ഉൾപ്പെടെ തർക്കങ്ങളുണ്ട്. അത് പരിഹരിച്ച് വൈകുന്നേരത്തോടുകൂടി നോട്ടിഫിക്കേഷൻ വരും. ഘടകകക്ഷികളുമായുള്ള പ്രശ്നം പരിഹരിക്കുമ്പോൾ പാർട്ടിക്കകത്ത് റീ അറേഞ്ച്മെന്റ് കൊണ്ടുവരണം. അപ്പോൾ ഇന്ന് കൊണ്ട് ഇതൊക്കെ പൂർത്തിയാക്കി ഒരു വിജ്ഞാപനം ഇറങ്ങുമെന്നാണ് കെ മുരളീധരൻ പറഞ്ഞത്. നമുക്ക് ആ പ്രതികരണം കേൾക്കാം. വൈകുന്നേരം ആകുമ്പോഴേക്കും വിജ്ഞാപനം വരും. കാരണം ചില വകുപ്പുകളിൽ ചില മാറ്റങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ്, ഫിഷറീസ്, അങ്ങനെ ചില തർക്കങ്ങളുണ്ട്. അത് ഇന്നത്തോടെ പരിഹരിച്ച് ഇന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും നോട്ടിഫിക്കേഷൻ വരും. അല്ല, അത് ഘടകകക്ഷികളുമായിട്ടുള്ള തർക്കം പരിഹരിക്കുമ്പോൾ പാർട്ടിക്കകത്ത് ചില റീഅറേഞ്ച്മെൻറ്റ്സ് നടത്തേണ്ടി വരും. അത് മാത്രമേ ഉള്ളൂ. ദേവൻ MP വിവരങ്ങളുമായിട്ടുണ്ട്. ദേവൻ, അപ്പോൾ മന്ത്രിസഭയിലെ വകുപ്പ് വിഭജനവുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളൊരു സ്ഥിരീകരണം കൂടിയാണ് കെ മുരളീധരൻ നടത്തിയത്. അപ്പോൾ എല്ലാം പറഞ്ഞ് സെറ്റാക്കി ഇന്ന് തന്നെ ഒരു ലിസ്റ്റ് വരുമല്ലേ? തീർച്ചയായും ചില തർക്കങ്ങൾ ഇപ്പോഴും ഈ മന്ത്രിസഭാ രൂപീകരണം അല്ലെങ്കിൽ വകുപ്പ് കാര്യത്തിലെല്ലാം തന്നെ ഇപ്പോഴും തുടരുന്നുണ്ട്. അത് പ്രത്യേകിച്ചും ഉന്നത വിദ്യാഭ്യാസവും ഫിഷറീസ് വകുപ്പുകളിലുമാണ് ചില തർക്കങ്ങൾ ഇപ്പോഴും തുടരുന്നത്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഫിഷറീസ് വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ലത്തീൻ സഭയും ഒരു ആശങ്ക നേരത്തെ തന്നെ ഉന്നയിച്ചിട്ടുണ്ട്. അതും ഒരു പ്രതിഷേധമായി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം ഘടകങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ ഈ വകുപ്പിന്റെ കാര്യത്തിൽ UDF-നുള്ളിൽ ഒരു തീരുമാനമാവുക. പ്രത്യേകിച്ചും മറ്റൊന്ന്, കെ മുരളീധരന്റെ വകുപ്പ്, അതായത് ആരോഗ്യ വകുപ്പിൽ അദ്ദേഹം ഇനിയിപ്പോൾ നടപ്പാക്കാൻ പോകുന്ന ചില കാര്യങ്ങൾ കൂടി, അതിന്റെ കൂടെ ചില പ്രതീക്ഷകൾ കൂടി പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. കൂടുതൽ സൗകര്യങ്ങൾ, സർക്കാർ ആശുപത്രികളിൽ കൂടുതൽ സൗകര്യങ്ങൾ ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കും. ആശുപത്രികളിൽ ആവശ്യമുള്ള മരുന്നും ഒപ്പം തന്നെ സേവനങ്ങളും ഉറപ്പാക്കാനുള്ള നടപടികളും സ്വീകരിക്കുമെന്ന് പറയുന്നു. ഒപ്പം തന്നെ മറ്റൊരു കാര്യം, തിരുവനന്തപുരത്ത് രണ്ടാമതൊരു മെഡിക്കൽ കോളേജിന്റെ സാധ്യത കൂടി ഇപ്പോഴത്തെ UDF സർക്കാർ തേടുകയാണ്. പ്രത്യേകിച്ചും ഈ ഇപ്പോഴത്തെ നിലവിലുള്ള തിരുവനന്തപുരം ജനറൽ ആശുപത്രിയെ ഒരു മെഡിക്കൽ കോളേജായി ഉയർത്താനുള്ള പദ്ധതിയാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. അതിന്റെ എല്ലാം തന്നെ വിശദമായ വിവരങ്ങൾ ഒരുപക്ഷെ ഈ വകുപ്പിന്റെ കാര്യത്തിലെല്ലാം ഒരു തീരുമാനമായി ഔദ്യോഗിക നോട്ടിഫിക്കേഷൻ വന്ന ശേഷം അത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ കൂടുതൽ വിവരങ്ങൾ പങ്കുവെക്കാമെന്നുള്ള ഒരു കാര്യമാണ് കെ മുരളീധരൻ പറഞ്ഞു നോക്കുന്നത്. ഏതായാലും മറ്റൊന്ന്, ഈ പറയുന്നത് പോലെ തന്നെ വകുപ്പുകളിലുള്ള ഒരു തർക്കം തുടരുന്നു. അത് ഏകദേശം ഇന്ന് വൈകുന്നേരത്തോടു കൂടി തന്നെ പൂർത്തിയാക്കിക്കൊണ്ട് ഔദ്യോഗിക വകുപ്പുകളിലെ തർക്കങ്ങളൊക്കെ പരിഹരിച്ച് വൈകുന്നേരത്തോടു കൂടി കംപ്ലീറ്റ് ലിസ്റ്റ് ലോക് ഭവന് കൈമാറുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ കെ